നമസ്കാരം. മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. അദ്ദേഹമാണ് ഓടിച്ചിരുന്നത്. പക്ഷേ രണ്ട് ബൈക്കുകാർ തൻ്റെ വാഹനത്തിൽ ഇടിച്ച് തെറിച്ച് ദൂരെ വീണിട്ടും അദ്ദേഹം തിരിഞ്ഞ് നോക്കാതെ വന്ന വേഗത്തിൽ തന്നെ സ്വാഭാവികമായി വണ്ടി ഓടിച്ചു പോകുന്നത് പോലെ കാർ ഓടിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ വോൾവോ കാറിൻ്റെ ബമ്പർ ഇളകി പുറത്തേക്ക് വീഴുകയും അതും വലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോയത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ 9:30 മണിക്ക് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു രാവിലെ 9:30 വാഹനവുമായി ഹാജരായാൽ മതിയെന്ന്. ഇത് ഒരു കാരണവശാലും സത്യസന്ധമായ ഒരു കാര്യമല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് പേടിച്ചുപോയി, അതുകൊണ്ട് വണ്ടി നിർത്താതെ പോയി എന്നുള്ളതാണ്. ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവർക്കും ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും ഡ്രൈവിംഗ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പാനിക്കിൽ പേടിച്ചിട്ടാണെങ്കിൽ സംഭവിക്കുന്നത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് എന്നുള്ളതാണ്. അതൊരു മനുഷ്യ സ്വഭാവം തന്നെയാണ്. സാധാരണ നിലയിൽ അദ്ദേഹം ഇറങ്ങി വന്നത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നാണ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ സാധാരണ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഒത്തുകൂടാറുണ്ട്. ചിലപ്പോൾ അവിടെ മദ്യം വിളമ്പാറുണ്ട്, അതിലെ അംഗങ്ങൾ കഴിക്കാറുണ്ട്. മണിയമ്പിള്ള രാജു കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വണ്ടി നിർത്തി പരിക്കേറ്റവരുണ്ടെങ്കിൽ ആ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് പ്രാഥമികമായ കടമയാണ്. അതിന് വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി അതിന് ബാധ്യസ്ഥനാണ്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇവിടെ സംഭവിച്ചത് അദ്ദേഹം വണ്ടിയുടെ വേഗത പോലും കുറച്ചില്ല എന്നുള്ളതാണ്. ബോധപൂർവം ആണ് അദ്ദേഹം ഒരുപക്ഷെ മുമ്പോട്ട് വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ട് യുവാക്കൾ, അവർ ആ തെറിച്ചു പോകുന്ന വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ ജീവിക്കുമോ മരിക്കുമോ, അതല്ലെങ്കിൽ അവർക്ക് അപകടം പറ്റി ചോര വാർന്ന് മരിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള മാനുഷിക വികാരങ്ങളൊന്നും തന്നെ രാജുവിൽ പ്രവർത്തിച്ചില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണെന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ വാഹനം നിർത്താൻ ഉള്ള ശേഷിയില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് മണിയമ്പിള്ള രാജുവിൻ്റെ ലൈസൻസ് ഈ ഒരൊറ്റ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ റദ്ദ് ചെയ്യേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഇനി ഡ്രൈവ് ചെയ്തുകൊണ്ട് നിരത്തിൽ വാഹനവുമായി ഇറങ്ങുകയാണെങ്കിൽ അത് സാധാരണ വഴിപോക്കരുടെ ജീവന് ഭീഷണിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഭരണഘടന ഉറപ്പ്, പൗരന്മാർക്ക് നൽകുന്ന ജീവനും സ്വത്തിനുമുള്ള ഉറപ്പ്, അത് പാലിക്കാൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അദ്ദേഹം തന്നെ പറയുന്നു ക്യാൻസർ രോഗിയായ തനിക്ക് നിർത്താൻ പറ്റിയില്ല, അപ്പം അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് മോട്ടോർ വകുപ്പ് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഇവിടെ സംഭവിച്ചത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അദ്ദേഹം ഈ വണ്ടി വിട്ട് അല്ലെ കാറ് വിട്ട് നിർത്താതെ പോയി എന്നുള്ള വിഷയം. കാരണം അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് കേരളത്തിലെ ഭരണകൂടത്തിൽ സ്വാധീനവും പണവും സ്വാധീനവും ഉണ്ട് എങ്കിൽ എന്തും ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ. അദ്ദേഹത്തിൻ്റെ കാറിടിച്ച് ബഷീർ എന്ന മാധ്യമപ്രവർത്തകൻ മരിച്ചിട്ട് പോലും അദ്ദേഹവും 24 മണിക്കൂറിന് ശേഷം, ഏതാണ്ട് 36 മണിക്കൂറിന് അടുപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റിന് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. മാത്രവുമല്ല അദ്ദേഹം നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി കൂടിയാണ്. പോലീസ് പോലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോലീസിനെ തിരുത്താൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. പക്ഷേ അദ്ദേഹം ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തുന്നില്ല. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ഉണ്ടാകുന്ന ഡിമെൻഷ്യ പോലെ, ഓർമ്മക്കുറവ് പോലെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വൈകിട്ടാണ്
അദ്ദേഹത്തിന് മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതും പിന്നീട് ജയിലിലേക്ക് പേരിന് കൊണ്ടുപോകുന്നു, ജാമ്യത്തിൽ ഇറക്കുന്നതും ഒക്കെ ആ നാടകമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് സൂചിപ്പിക്കുന്നത് അധികാരത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ എന്തും, ഒരാളെ കൊല്ലുന്നതിന് പോലും കേരളത്തിൽ നിന്ന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ധൈര്യമാണ്, ആ ധൈര്യത്തിൻ്റെ വേഗതയാണ് ആ കാറ് ഒന്ന് ബ്രേക്ക് പോലും ചവിട്ടാതെ മണിയമ്പിള്ള രാജു നേരെ വിട്ടുപോയത്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാവുന്ന സംശയം എന്ന് പറയുന്നത് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം. ആ മദ്യപാനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട്, അതിൻ്റെ ഫലം കൊണ്ടായിരിക്കാം ഈ കാറ് ട്രിവാൻഡ്രം നിന്ന് ഇറങ്ങി വരുമ്പോൾ വലതുവശത്തേക്ക് നോക്കാൻ ഏതൊരു ഡ്രൈവർക്കും ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ബാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ബൈക്ക് വരുന്നത്, ദൂരെ നിന്ന് വരുന്നത് കാണാനുള്ള അവസരവും ആ മണിയമ്പിള്ള രാജുവിന് ഡ്രൈവർ എന്ന നിലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ, എപ്പോഴും നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരു ജഡ്ജ്മെൻ്റ്, ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പരസ്പരം നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുന്നത്. അവിടെ രാജുവിൻ്റെ ഒരു കണക്കുകൂട്ടൽ തെറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് അദ്ദേഹത്തിന് ആ രീതിയിലേക്ക്, ആ ഒരു അവസ്ഥയ്ക്ക് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൽ പ്രവർത്തിച്ച മദ്യമായിരിക്കാം. മദ്യം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിൻ്റെ വർക്കിനെ അത് സ്വാധീനിക്കും. തലച്ചോറിൻ്റെ ആ ശേഷിയെ എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും സ്വാധീനിക്കും. അതുകൊണ്ടാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് എന്നുള്ള നിയമമുള്ളതും അത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. ഭാഗ്യവശാൽ ഇവിടെ ഈ 2 യുവാക്കൾ, അവർക്ക് ജീവഹാനി സംഭവിച്ചില്ല, ഗുരുതരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ കാലുകൾക്ക് പൊട്ടലും ഒടിവും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ നടപടി മറ്റൊരു വ്യക്തിയുടെ മരണത്തിലേക്കോ, അതല്ലെങ്കിൽ അംഗവൈകല്യത്തിലേക്കോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദുരിതത്തിലേക്കോ നയിക്കപ്പെട്ടാൽ അത് ഒരു കാരണവശാലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർ സുഖമായി രക്ഷപ്പെട്ടു പോകാമെന്നുള്ളൊരു അവസ്ഥയാണ് ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവും അങ്ങനെയുള്ളവരുടെ ആത്മവിശ്വാസവുമാണ് മണിയമ്പിള്ള രാജുവിൻ്റെ ആ ഡ്രൈവിങ്ങിൽ കണ്ടത്. ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, പണവും സ്വാധീനവും അല്ലെങ്കിൽ ഭരണകൂടത്തിൽ സ്വാധീനവുമുള്ള വ്യക്തിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന തോന്നൽ, എന്ന ധാരണ ഒരു പൗരനിൽ ഉണ്ടാവുകയാണെങ്കിൽ ജനായത്ത സംവിധാനത്തിൻ്റെ പ്രസക്തി എന്താണ്? ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം എന്ന അവസ്ഥയിലേക്ക് ജനായത്ത സംവിധാനം മാറുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് വർത്തമാനകാല കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. കാരണം ഇത് ഓരോ പൗരൻ്റെയും ജീവന്റെ നേർക്ക് ഉള്ള, അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ ഒരു സുരക്ഷിതത്വം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ രാഷ്ട്രീയ രംഗത്തെ സ്വാധീനവും പണത്തിൻ്റെ സ്വാധീനവും ആൾ സ്വാധീനവും ഒക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ സംഭവം നടന്നതിന് ശേഷം മണിയമ്പിള്ള രാജുവിൻ്റെ വിളികൾ എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്, ആരെല്ലാം വിളിച്ചിട്ടുണ്ട്, ആരെയൊക്കെ വിളിച്ചു എന്ന്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രാഥമിക നിയമം അറിയാത്തവരാണോ നമ്മളുടെ പോലീസുകാർ? പോലീസ് സ്റ്റേഷനിലെ ഏതൊരു പോലീസ് കോൺസ്റ്റബിളിന് പോലും ഇതിൻ്റെ നിയമം വളരെ വ്യക്തമായി അറിയാം. പക്ഷേ എത്ര ലഘുവായിട്ടാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു, കുഴപ്പമില്ല, രാവിലെ 9:30 വന്നാൽ മതി. എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയം അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ ധൈര്യമായത് എന്നുള്ളതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അന്തരീക്ഷം, പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന അന്തരീക്ഷം, രാഷ്ട്രീയ സാമൂഹിക അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്.